അങ്ങനെ പബ്ലിക്കായി നിങ്ങൾ പലരും പറഞ്ഞിട്ടുള്ള ഒരു വലിയ കമന്റ് രേണു സുധിയുടെ തല നിറയെ പേനാണ്, രേണു സുധി കുളിക്കില്ല. അത് ഇവിടെ സത്യമാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇന്ന് ബിഗ് ബോസ് രാവിലെ മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തത്. അപ്പോ എന്താണെന്ന് നമുക്ക് പറയാം. ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വൃത്തിയുള്ളതും ഏറ്റവും കുറവ് വൃത്തിയുള്ളതുമായിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്തിട്ട് അവരുടെ റീസൺസ് കൂടി പറയാനാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ പറയാം, ഇത് നമുക്ക് കണ്ണടച്ച് പറയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇപ്പൊ ഇട്ടതേ ഉള്ളായിരുന്നു. ഡോക്ടർ ബിന്നി ഈ പറയുന്ന വൃത്തിയുടെ പേരി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു. ഡോക്ടർ ബിന്നി കുറച്ച് എന്താ പറയാ, ചെളിയിലൊന്നും ചാടത്തില്ല, എപ്പോഴും കുളിച്ച് എല്ലാ ദിവസവും കുളിച്ച് വൃത്തിയായി ഒതുങ്ങിയങ്ങിരിക്കും, മടിയാണ് എന്ന് വെച്ചാൽ ബോഡി അനങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കുറച്ച് മുഷിപ്പൊക്കെ ഉണ്ടല്ലോ, ഇതിനൊന്നും ആൾക്ക് താല്പര്യമില്ല. ആളെ കണ്ടാൽ തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എപ്പോഴും നടക്കുന്നത്. എന്നാൽ അതേപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ മുടിയെല്ലാം എപ്പോഴും പനങ്കിരിച്ച്, അതും ഒരു ഇത്തിരി ഭാഗത്ത് ഇങ്ങനെ പിന്നിയിട്ട് പിന്നെ ബാക്കിയെല്ലാം കൂടെ ഇങ്ങനെ ഒരുമാതിരിയാക്കി, അത് ആ മുടി എക്സ്റ്റൻഷൻ ചെയ്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അതിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്കും തോന്നിയത്. അപ്പോൾ അത്തരത്തിൽ നടക്കുന്നത് രേണു സുധിയാണ്. പിന്നെ രേണു സുധിക്കൊപ്പം തന്നെ എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ആ ഒരു കിച്ചൺ സൈഡിൽ വന്ന് ഏത് നേരവും കലപില ഉണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ തൊടിയെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നത് റെന ഫാത്തിമയാണ്. വൃത്തിയില്ലാത്ത അടുത്ത ഒരാള്. രേണു സുധിയാണ് ഏറ്റവും വൃത്തിയില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല. റെന ഫാത്തിമയ്ക്കും ഇതേ വൃത്തിയില്ലായ്മ ഞാൻ കാണാറുണ്ട്. പിന്നെ അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും വൃത്തിയില്ലാത്തൊരു വ്യക്തിയാണ് അനീഷ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം വൃത്തിയുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ അനീഷിന് വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ ഈ ഒരു വോട്ടെടുപ്പിൽ 3 പേര്, രേണു സുധി, റെന ഫാത്തിമ, അനീഷ്, ഇവർക്ക് 3 പേർക്കും വൃത്തിയില്ല എന്നുള്ളതിൽ ടൈ ആയിപ്പോയി. അതായത് 3 വോട്ട് വെച്ച് ഇവർക്ക് 3 പേർക്കും കിട്ടി. അനീഷിന് വൃത്തിയുള്ള കാറ്റഗറിയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാലേ അനീഷ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിൻ ആണ്. ഇപ്പം എഴുന്നേറ്റാൽ ബെഡെല്ലാം കുടഞ്ഞ് വൃത്തിയാക്കി ചെയ്യുന്ന, അതായത് അനീഷ് ചെയ്യേണ്ട പല കാര്യങ്ങളും അനീഷ് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അനീഷിനെ എല്ലാവരും കാണുന്ന ഒരു രീതിയിൽ, അതെനിക്ക് ബിന്നി അനീഷിനെ ഫോക്കസ് ചെയ്ത രീതി എനിക്ക് പലപ്പോഴും ഒരു വൃത്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അനീഷിന്റെ പിന്നാലെ നടന്ന് അനീഷ് ഫ്ലഷ് അടിച്ചോ എന്ന് നോക്കുന്ന ഒരു സ്വഭാവം ബിന്നി കാണിച്ചിട്ടുണ്ട്. അപ്പൊ ബിന്നിക്ക് അനീഷിന്റെ ആ ഒരു വൃത്തിയില്ലായ്മ എപ്പോഴും ബിന്നി ഇങ്ങനെ അനീഷിനെ ഫോക്കസ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സരിക, കലാഭവൻ സരിക അനീഷിനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രേണു സുധി അനീഷിനെ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. ശരിക്കും രേണു സുധി പറഞ്ഞ റീസൺസ്, അത് ഒരു ടാസ്കിലും രേണു സുധി പറയുന്ന റീസൺസ് അത്ര നല്ലതാവാറില്ല. ഇപ്പോഴും പറഞ്ഞ റീസൺ എന്ന് വെച്ചാൽ ബിന്നി വഴക്ക് പറയുന്നത് കേട്ടു, അനീഷിന്റെ തുപ്പല് ഫുഡിൽ തെറിച്ചു എന്ന്. അത് കേട്ടത് കൊണ്ടാണ് നമ്മുടെ രേണു സുധി അനീഷിനെ നോമിനേറ്റ് ചെയ്തത്, വൃത്തിയില്ല എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തത്. ആ രേണു സുധി അനീഷിനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അനീഷ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതിനകത്ത് വരില്ലായിരുന്നു. എനിക്കിപ്പോൾ അനീഷ് വരുന്നത് കൊണ്ട് നിർബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്ക് ആ ഒരു പേഴ്സണൽ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ അനീഷ് സൂപ്പറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ വൃത്തിയില്ല എന്നുള്ള ഒരു കാറ്റഗറിയിൽ രേണു സുധിയും റെന ഫാത്തിമയും തന്നെയാണ്. എനിക്കതാണ് കറക്റ്റായിട്ട് തോന്നിയത്. ബാക്കി എല്ലാവരും, പിന്നെ ജിസേലിനെ സംബന്ധിച്ചിടത്തോളം ജിസേലിനും ഈ പറഞ്ഞ രീതിയിൽ 2 വോട്ട് കിട്ടേണ്ടതാണ്. അനുമോള് ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് രേണു സുധിയുടെ പേര് ഏറ്റവും കൂടുതലും വിവരിച്ച് പറഞ്ഞത് അനുമോളാണ്. അനുമോള് പറയുന്നതെന്ന് വെച്ചാൽ തല നിറയെ പേനാണ്, പേനൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു വന്നിരിക്കും. ആ ഇഴഞ്ഞു വന്നിരിക്കുന്ന പേനുകളൊക്കെ അനുമോൾ എടുത്തു കൊടുത്തിട്ട് വരെ ഉണ്ട്. പിന്നെ ഒട്ടും കുളിക്കത്തില്ല, അതായത് തല നനച്ച് കുളിക്കാറൊന്നുമില്ല, മേല് കഴുകി അത് മാറത്തേ ഉള്ളൂ. അപ്പൊ തല നനച്ച് കുളിക്കാത്തത് കൊണ്ടാണ് ഈ പേനുകളെല്ലാം കൂടി ഇങ്ങനെ വളരുന്നത്. പിന്നെ എപ്പോൾ നോക്കിയാലും ഒരു ഫ്രഷ്നെസ് ഇല്ലാതെ ഒരുമാതിരി മുടിയെല്ലാം അവിടെ പന്നങ്കിരിച്ച് ഏത് നേരവും അങ്ങ് സോഫയിൽ കിടക്കുക, കട്ടിലിൽ കിടക്കുക, ഒരു വൃത്തിയും ഇല്ല എന്ന് അനുമോൾ എടുത്ത് തന്നെ പറയുന്നുണ്ട്. അത് ശരിക്കും ഒരു സത്യം തന്നെയാണ്. നമുക്കും ആ ഒരു വീഡിയോ കാണുമ്പോഴൊക്കെ അല്ലെങ്കിൽ ആ ഒരു ലൈവ് ഒക്കെ കാണുമ്പോൾ രേണു സുധിയെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഓൾവേസ് ഷീ ഈസ് ഡൂയിങ് ലൈക്ക് എന്തുവാ എങ്ങനാ ഈ ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട് രേണു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ബോറാണ്. അത് എല്ലാവരും കാണുന്നൊരു ഷോ ആണെന്നെങ്കിലും ഓർക്കണ്ടേ. അതിനകത്ത് എനിക്ക് എന്തായാലും രേണുവിനെ കുറ്റം പറയാൻ തോന്നുന്നുണ്ട്. പിന്നെ റെന ഫാത്തിമയുടെ കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് പിന്നെ ഓരോരുത്തരും എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചു പറയാം. അനീഷ് ഒരു കാര്യമില്ലാതെ ഷാനവാസിനെ പറഞ്ഞു. ഷാനവാസ് പേഴ്സണൽ ഹൈജീൻ ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അനീഷ് ഷാനവാസിനെ ഇപ്പോഴും നെഗറ്റീവായിട്ട് നോമിനേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഡോക്ടർ ബിന്നി ഓവർ ഹൈജീൻ ആണെന്ന് പറഞ്ഞ് അനീഷ് നോമിനേറ്റ് ചെയ്തു. അപ്പാനി ശരത്ത് ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്നത് അക്ബറിനെയാണ് വൃത്തിയില്ല എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തത്. കാരണം ബെഡ് ഒട്ടും തന്നെ വൃത്തിയാക്കി ഇടാറില്ല. പിന്നെ അപ്പാനിയും ബിന്നിനെയാണ് നല്ല വൃത്തിയുള്ളത് എന്ന് നോമിനേറ്റ് ചെയ്തത്. അടുത്തത് അബി.
അബി രേണുവിനെയാണ് അവിടെ വൃത്തിയില്ല എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തത്. അതേസമയം ശൈത്യയ്ക്ക് നല്ല വൃത്തിയുണ്ടെന്ന് അബി പറയുന്നുണ്ട്. ഷാരിക റെന ഫാത്തിമേനെയാണ് വൃത്തിയില്ല എന്ന് നോമിനേറ്റ് ചെയ്തത്. പക്ഷെ ബിന്നിക്ക് നല്ല വൃത്തിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഷാനവാസും റെന ഫാത്തിമയ്ക്കാണ് വൃത്തിയില്ലാത്ത വോട്ട് കൊടുത്തത്. പക്ഷെ അനീഷ് നല്ല വൃത്തിയുള്ളവനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസിന് വൃത്തിയില്ല എന്ന് പറഞ്ഞ അനീഷിന് പക്ഷേ അനീഷിന് വൃത്തിയുണ്ട് എന്നാണ് ഷാനവാസ് പറഞ്ഞത്. ശൈത്യ ജിസേലിന് വൃത്തിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഭൂകമ്പം അവിടെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ റീസൺ ശൈത്യ പറഞ്ഞത് ജിസേല് ആ എക്സ്റ്റൻഷൻ മുടി കട്ട് ചെയ്തത് എല്ലാം കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാണ്. അതായത് ബിഗ് ബോസ് വരെ പറഞ്ഞു കുറച്ച് ധൈര്യത്തോടെ നോമിനേറ്റ് ചെയ്യൂ. ജിസേലിന് വൃത്തിയില്ലാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ കയ്യിൽ ഗോതമ്പിന്റെ ആ ഒരു മാവ് ഉരുട്ടി വെച്ചിട്ട് ആ ഉരുട്ടിയ മാവ് ഉൾപ്പെടെ അവരുടെ കക്ഷത്തിലോട്ട് കൊണ്ടുപോയി ചൊറിയ ഇടിക്കുകയോ എന്തോ ചെയ്തിട്ട് അത് വെച്ച് പിന്നെ പരത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ആ സ്പൂണിനകത്ത് കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോരി കുടിച്ചിട്ട് അത് തന്നെ എടുത്ത് ഇളക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശൈത്യ നോമിനേറ്റ് ചെയ്തത് കുറച്ച് പേടിച്ചാണ്. പക്ഷേ കറക്റ്റായിട്ട് ശൈത്യ ജിസേലിനെ തന്നെ നോമിനേറ്റ് ചെയ്തു. പിന്നെ ശൈത്യയാണ് അനീഷിന് വൃത്തിയുണ്ട് എന്ന് നോമിനേറ്റ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, അനീഷിന് ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ഹൈജീനും പേഴ്സണൽ ഡിസിപ്ലിനും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആദില ആൻഡ് നൂറ റെന ഫാത്തിമേനെ എടുത്തു പറയുന്ന ഒരു റീസൺ ഉണ്ട്. അത് എന്തോ ബാത്റൂമിലെങ്ങാണ്ട് നനഞ്ഞ ടവലെങ്ങാണ്ട് എടുത്ത് അതിന്റെ വെള്ളം ഇങ്ങനെ താഴെ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ഇവരത് തുടച്ചിട്ട സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ റെന ഫാത്തിമയെ ആദില ആൻഡ് നൂറ വൃത്തിയില്ല എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തു. അനീഷിന് വൃത്തിയുണ്ട് എന്ന് ആദില ആൻഡ് നൂറ പറയുന്നുണ്ട്. ബിന്നി അനീഷിനെ നോമിനേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ അനീഷിന് ഒട്ടും വൃത്തിയില്ലാത്ത രീതിയിലാണ് എപ്പോഴും ബിന്നി അനീഷിനെ ഇങ്ങനെ കോർണർ ചെയ്തിട്ട് വൃത്തിയുണ്ടോ എന്നിങ്ങനെ നോക്കി നടക്കുന്ന ഒരു ക്യാരക്ടർ ബിന്നിക്കുണ്ട്. പക്ഷേ ബിന്നി ഏറ്റവും നല്ല വൃത്തിയുള്ളതായിട്ട് അനുമോളെ ചൂസ് ചെയ്തു. കാരണം കിച്ചൺ വളരെ വൃത്തിയായിട്ടാണ് അനുമോൾ കൈകാര്യം ചെയ്യുന്നത്. സരിക അനീഷിനെയാണ് വൃത്തിയില്ല എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ സരിക അനുമോൾക്ക് പ്ലസ് പോയിന്റ് കൊടുത്തു. അത് എനിക്ക് വളരെ അപ്രിഷിയേറ്റബിൾ ആയിട്ട് തോന്നി. കാരണം വെച്ചാൽ സരികയും അനുമോളും തമ്മിൽ ചെറിയൊരു ഗശപിശയൊക്കെ ഉണ്ട്. എന്നിരുന്നിട്ടും അനുമോൾക്ക് വൃത്തിയുണ്ട് എന്ന് സരിക പറയുന്നുണ്ട്. പിന്നെ അക്ബർ വൃത്തിയില്ലാത്തതായിട്ട് ആര്യനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വൃത്തിയുള്ളതായിട്ട് ഡോക്ടർ ബിന്നീനെയാണ് പറഞ്ഞത്. രേണു സുധി വൃത്തിയില്ല എന്ന് പറഞ്ഞ് അനീഷിനെ പറഞ്ഞ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഒട്ടും നല്ലൊരു റീസൺ ആയിരുന്നില്ല. പിന്നെ അഭിലാഷിന് വൃത്തിയുണ്ട് എന്ന് രേണു സുധി പറഞ്ഞു. രേണു സുധിക്ക് വൃത്തിയില്ല എന്ന് ആദ്യം പറഞ്ഞത് അഭിലാഷാണ്. പക്ഷെ അഭിലാഷിന് വൃത്തിയുണ്ട് എന്നാണ് രേണു സുധി പറഞ്ഞത്. പിന്നെ നെവിൻ പറഞ്ഞത് അക്ബറിന് തീരെ വൃത്തിയില്ല, കബോർഡൊക്കെ എന്തോ അളിച്ചു വാരിയിട്ട കേസ് എന്തോ പറയുന്നുണ്ട്. പിന്നെ ബിന്നിക്ക് വൃത്തിയുണ്ട് എന്നാണ് നെവിൻ പറഞ്ഞത്. ദെൻ റെന ഫാത്തിമ ഒരുമാതിരി പകരം വീട്ടുന്നതിന് പോലെയാണ്. ഒരു കൊച്ചു മുടി, ഇത്രയുള്ള മുടി ഫുഡിനകത്ത് കിടന്നു. അതിൻ്റെ പേരിൽ ആദില ആൻഡ് നൂറ അവർക്ക് ഷോർട്ട് ഹെയർ ആണ്, അവരുടെ മുടിയാണ് എന്ന് പറഞ്ഞ ഒരു തല്ലിപ്പൊളി ഒരു ഡയലോഗ് അടിച്ച് ആദില ആൻഡ് നൂറ വൃത്തിയില്ല എന്ന് റെന ഫാത്തിമ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ പേരിൽ സത്യം പറഞ്ഞാൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാകണം. കാരണം എന്ന് വെച്ചാൽ എന്നെ നോമിനേറ്റ് ചെയ്തു അതുകൊണ്ട് ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഇമ്മച്ചുവർ ആയിട്ടുള്ള നോമിനേഷൻ ആയിരുന്നു റെന ഫാത്തിമയുടേത്. പക്ഷെ ഡോക്ടർ ബിന്നിക്ക് ഓൾവേസ് വൃത്തിയുണ്ട് ആ ഒരു ഇതിൽ റെന പറയുന്നുണ്ട്. പിന്നെ ഒന്നിയില് ബിന്നിക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞു. എല്ലാവരും ബിന്നിക്ക് വൃത്തിയുണ്ട് എന്ന് വാശി പറഞ്ഞപ്പോൾ ഇവിടെ ഒന്നിയില് ബിന്നിക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞു. കാരണം വെസൽ ടീമിൽ ബിന്നിനെ ഇട്ടപ്പോൾ ബിന്നി അത് ക്ലീൻ ചെയ്തില്ല, അതുകൊണ്ട് തന്നെ അവിടെ കുറെ ഈച്ചകളൊക്കെ വന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു ബിന്നി പേഴ്സണലി ഹൈജീൻ ഒക്കെയാണ്, പക്ഷെ പണിയെടുക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഒന്നിയില് അടുക്കള ക്ലീൻ ചെയ്യുന്നതിൽ വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞത് നമ്മുടെ അനുമോളെയാണ്. അനുമോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനുമോള് പറഞ്ഞത് രേണു സുധിയാണ് ഒട്ടും തന്നെ ഹൈജീൻ അല്ല എന്ന് പറഞ്ഞത് രേണു സുധീനെയാണ്. അതിന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. തലനിറയെ പേന്, കുളിക്കില്ല, ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ജിസേലിനെ അനുമോൾക്ക് വൃത്തിയില്ലാത്ത കാറ്റഗറിയിൽ പറയണമായിരുന്നു. കാരണം കിച്ചണിൽ ഈ ഉപ്പും പഞ്ചസാരയും മുളകുപൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൈ വെച്ചെടുത്ത് ഇതെല്ലാം ഒന്നിച്ചെടുക്കുന്ന ഒരു സ്വഭാവം കണ്ടിരുന്നു. പക്ഷെ അത് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടെ കയറി അനുമോളെ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അനുമോൾ അതവിടെ ഇട്ടിട്ട് പിന്നെ അവസാനം ബിന്നീനെ പറഞ്ഞു. ബിന്നി മാത്രമല്ല അനീഷും വൃത്തിയുള്ള ആളാണെന്നാണ് അനുമോൾ പറയുന്നത്. അതുപോലെ അവസാനം വന്ന ജിസേലും ആര്യനും. ജിസേല് രേണു ചേച്ചി വൃത്തിയില്ല എന്ന് പറയുന്നുണ്ട്, അതുപോലെ ബിന്നിക്ക് വൃത്തി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആര്യൻ
നെവിനെ പറഞ്ഞു. വൃത്തിയില്ലാത്ത കൂട്ടത്തിൽ ആര്യൻ നെവിനെ പറഞ്ഞു. അതിന് കാരണം പറഞ്ഞത് എപ്പോഴും വന്ന് ഹഗ് ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ ജെനുവിൻലി പറയാം, ആര്യന് ഈ പറയുന്നതൊക്കെ ഒരു ഫിസിക്കൽ ടച്ച്, നെവിനുമായിട്ടുള്ള ഒരു ഫിസിക്കൽ ടച്ച്, ഈ ഹഗ് ചെയ്യുന്നത് അത് ആര്യനെ ശരിക്കും ഇഷ്ടമല്ല. ആര്യൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ആര്യന്റെ ദേഹത്ത് വന്ന് നെവിൻ കിടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആണും പെണ്ണും തമ്മിലായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഒരു കീപ് ഡിസ്റ്റൻസ് എന്തായാലും ഉണ്ടായിരിക്കണം. ചിലർക്ക് മെന്റലി കുറച്ച് ക്ലോസ്നെസ് ഉണ്ടെങ്കിൽ പോലും ഫിസിക്കലി അത്ര ക്ലോസ് ആകാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് ആര്യന് നെവിൻ്റെ അടുത്ത് തീരെ അത് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആര്യൻ അത് നോമിനേറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നി. പിന്നെ ആദില ആൻഡ് നൂറ അവർക്ക് നല്ല വൃത്തിയുണ്ട് എന്ന് ആര്യൻ പറഞ്ഞു. ആര്യന്റെ വലങ്കൈ ഇടങ്കൈ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ റെനയുടെ വലങ്കൈ ആയിട്ടുള്ള ആര്യൻ ആദില ആൻഡ് നൂറയ്ക്ക് വൃത്തി ഉണ്ട് എന്ന് പറയുമ്പോൾ റെന ഫാത്തിമ ആദില ആൻഡ് നൂറയ്ക്ക് വൃത്തി ഇല്ല എന്നാണ് പറഞ്ഞത്. ശരിക്കും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരൊക്കെ എത്ര ടീം വിളിച്ചാലും ശരി അവസാനം ഈ പറയുന്ന ടീമും ഫ്രണ്ട്ഷിപ്പും ഒന്നും ആവത്തില്ല. വളരെ റെയർ ആയിട്ട് 1-2 പേരൊക്കെയാണ് ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ, അല്ലെങ്കിൽ ഈ ലവ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, ആങ്ങളെ ആയിക്കോട്ടെ, ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ ഏതായാലും ശരി, ഇതായിരുന്നു മോർണിംഗ് ടാസ്ക്. നല്ല ടാസ്ക് ആയിരുന്നു. എനിക്കും ഓവർ ഹൈജീനിക് ആയിട്ട് എനിക്ക് ബിന്നിയെ തോന്നിയിട്ടുണ്ട്, ഹൈജീനിക് ആയിട്ട് അനുമോളെ തോന്നിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒട്ടും വൃത്തിയില്ലാത്തത് രേണു സുധിയും റെന ഫാത്തിമയും തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ സജഷൻസ് എന്നൊക്കെ ഉള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.